ജാതി മത ഭേദങ്ങൾക്കതീതമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില നന്മകളുണ്ട്. അവയെ മറച്ചുവെച്ച് ഈ സമൂഹം മറ്റെന്തോ ആയി പാടെ മാറിക്കഴിഞ്ഞെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർക്ക് തിടുക്കം. സ്വാർത്ഥത ലക്ഷ്യമിട്ടുള്ള ആ തിടുക്കത്തിൻ്റെ പ്രകടനമാണോ സാറാസ് എന്ന സിനിമ? എന്തായാലും ലോകത്ത് ഏറ്റവും അധികം ജീവനുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാദുഷ്ടതയെ, ഭ്രൂണഹത്യയെ സിനിമയിലൂടെ മഹത്വവൽക്കരിക്കാനുള്ള കാപട്യം ഇപ്പോൾ നവമാധ്യമങ്ങളിലെങ്കിലും ഏറെ ശക്തമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉദ്യോഗ നേട്ടത്തിനു വേണ്ടി ഉദരത്തിലെ ശിശുവിനെ കൊല്ലുന്നത് മഹത്തായ കാര്യമാണത്രേ. സാറാസ് എന്ന സിനിമ നൽകുന്ന ഈ വിഷ സന്ദേശത്തെ കേരള സമൂഹം തള്ളുകയാണ്. പ്രത്യേകിച്ച് എല്ലാ വിഭാഗങ്ങളിലും പെട്ട ചെറുപ്പക്കാർ. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശോഭയുള്ള ഒരു കാഴ്ച. സർവ്വജനങ്ങളും വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ വർഷം ലോകത്ത് വധിച്ചത് 25,000-നടുത്ത് ആളുകളെയാണ്. അതിൻ്റെ 1000 മടങ്ങ് ക്രൂരതയാണ് അബോർഷനിലൂടെ ലോകത്ത് തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷം തോറും 4 കോടിക്കും 5 കോടിക്കും ഇടയ്ക്ക് കുരുന്നു ജീവനുകളെ അബോർഷനിൽ ഒടുക്കുന്നു. ഈ വർഷം ഇതുവരെ മാത്രം ഈ മഹാപാതകം ഇല്ലാതാക്കിയത് 2.29 കോടി കുരുന്നുകളെ. അവർ കൊല്ലപ്പെട്ടത് തെരുവുകളിൽ വെച്ചല്ല. അവർക്ക് ഏറ്റവും അധികം സുരക്ഷിതത്വവും സന്തുഷ്ടിയും സ്നേഹവും ഉറപ്പാക്കാൻ പ്രകൃതിയും ദൈവവും നിശ്ചയിച്ച അവരുടെ മാതാക്കളുടെ ഉദരത്തിൽ വെച്ചു തന്നെ. ഇത്തരം അരും കൊലകളിൽ 60% നടന്നത് ഈ ശിശു വേണ്ട എന്ന 2.5 കോടിയോളം സ്ത്രീകളുടെ നിസ്സാരമായ തീരുമാനപ്രകാരമാണത്രേ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളെക്കാൾ ഉയർന്നതാണ് യഥാർത്ഥ ശിശു കുരുതിയുടെ കണക്കുകൾ എന്ന ചൂണ്ടിക്കാട്ടലുകളുമുണ്ട്. അതുപ്രകാരം വർഷം തോറും മാതാക്കളുടെ ഉദരത്തിൽ കൊല ചെയ്യപ്പെടുന്നത് 7 കോടിയോളം കുരുന്നുകൾ. ഇതിനേക്കാൾ നിഷ്ഠൂരമായ എന്തു കാര്യമാണ് ലോകത്ത് നടക്കാനുള്ളത്? ഈ മഹാപാതകത്തിന് പിന്നിൽ ഒറ്റ സിദ്ധാന്തമേ ഉള്ളൂ, പ്രോ ചോയ്സ് സിദ്ധാന്തം. മൈ ബോഡി മൈ ചോയ്സ്, അഥവാ എൻ്റെ ശരീരം എൻ്റേത്, അതിനെ സംബന്ധിച്ച എല്ലാ തീരുമാനവും അവകാശവും എൻ്റേതെന്ന ദുഷ്ട വിളംബരം. എൻ്റെ ശരീരം എൻ്റേതെന്ന് പറയുന്നത് പോകട്ടെ, എൻ്റെ ഉദരത്തിൽ ഉരുവായ ജീവൻ ഉടച്ചു കളയാനുള്ള അവകാശവും എനിക്കുണ്ടെന്ന് പറയാൻ മാനുഷിക നന്മയുള്ളവർക്ക് കഴിയുമോ? ഇതെല്ലാം മാനവികതയായും പുരോഗമനമായും സ്ത്രീത്വത്തിൻ്റെ അവകാശ പ്രഖ്യാപനമായും ഒക്കെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. എങ്ങനെയൊക്കെ വെള്ളയടിച്ചാലും ശബ്ദമില്ലാത്തവരെ കൊന്നുകളയുന്ന പാതകം എങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നാസ്തിക പുരോഗമനവാദവും ധാർമ്മികതയില്ലാത്ത മുതലാളിത്തവാദവും ഒരേ വശത്തു നിൽക്കുന്നത് ലോകം കാണുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും പിന്തുണച്ച വ്യാപക തിന്മ ഭ്രൂണഹത്യ സ്ത്രീയുടെ അവകാശമാണെന്ന ദുഷ്ടവാദം, ഈ ആഗോള ക്രൂരതയെ ഏതോ രൂപത്തിൽ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണോ ഈ സിനിമയിലൂടെ ഉണ്ടായിരിക്കുന്നത്? ഉദരത്തിലെ കൊലപാതകം ചോയ്സ് മാത്രമെന്ന് വളരെ ലളിതമായും നിസ്സാരമായും ചിന്തിച്ചു തുടങ്ങാൻ പിന്നെ എന്തു താമസം? ഉദ്യോഗത്തിനു പകരം ഉള്ളോട് ചേർത്ത് പിടിക്കുന്ന വേറെയും വിഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടെന്ന് വരാം. അവയ്ക്ക് വേണ്ടിയും കുരുന്നു ജീവനെ കശക്കി എറിയാമെന്നതായിരിക്കില്ലേ ഇനി അങ്ങോട്ടുള്ള ചോയ്സുകൾ? ഗർഭസ്ഥ ശിശു യഥാർത്ഥ മനുഷ്യ വ്യക്തിയാണെന്ന് ഇനിയും അവർ വിശ്വസിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? സ്വന്തം ശരീരത്തിന്മേലുള്ള അവകാശം സ്ഥാപിക്കാൻ ഉദരത്തിലുള്ള ശിശുവിനെ കൊലപ്പെടുത്താമെന്ന് ആരാണ് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുത്തത്? ഇതേ ധാരണയോ ധാരണ പിശകോ ഉള്ള നിരവധി പേർ, സ്ത്രീകളും പെൺകുട്ടികളും നമ്മുടെ സമൂഹത്തിൽ നിശ്ചയമായും ഉണ്ട്. വിനാശകരമായ അറിവുകേടായിരിക്കാം പലരുടെയും ചിന്താഗതിക്ക് അടിസ്ഥാനം. എന്തു തന്നെയായാലും ഗർഭസ്ഥ ശിശുവിനെ അതിൻ്റെ ഏറ്റവും ഇളയ രൂപമായ ഭ്രൂണത്തെ കൊന്നുകളയുന്നത് നിസ്സാരമായ ചോയ്സ് അല്ലെന്ന് പറയാൻ, അത് കടുത്ത പാതകമാണെന്ന് മുന്നറിയിപ്പ് നൽകാൻ കേരളത്തിലെ നിരവധി പെൺകുട്ടികളടക്കം ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു. അവരിലൂടെ പുറത്തു വന്നത് നന്മയുടെ സ്വരം. ഇത് നല്ല മാറ്റമാണ്. തങ്ങൾക്ക് തോന്നുന്നതെല്ലാം പറഞ്ഞു തീർത്ത് ചിലർ മാത്രം കയറി പോകുന്ന അവസ്ഥയിലേക്ക് നവമാധ്യമങ്ങളിലൂടെ ചെക്ക് പറയാൻ ഇതാ ചെറുപ്പക്കാർ റെഡി. പൊതുകോളാമ്പി ഇത്രയും കാലം ഹൈജാക്ക് ചെയ്തു വെച്ച് തങ്ങൾ മാത്രം സാംസ്കാരിക ജീവികളും ആശയ സൃഷ്ടാക്കളുമാണെന്ന് ഭാവിച്ചിരുന്നവർ കരുതിക്കൊള്ളുക. കപട ഭൗതികതയുമായി ഇനി പഴയതുപോലെ മേയാൻ ഇറങ്ങേണ്ടതില്ല. സമൂഹത്തോട് പറയാൻ
തങ്ങൾക്കും കഴിയുമെന്ന് തെളിയിച്ച് ധാരാളം ചെറുപ്പക്കാരുണ്ട്. വിശ്വാസത്തെ പഴഞ്ചൻ കഥയാക്കി വിശ്വാസികളെ അപകർഷതാബോധത്തിൽപ്പെടുത്തുന്ന പഴയ വേല ഇനി വില പോകില്ല. സാറാ സിനിമയുടെ ആ സന്ദേശത്തെ കൈനീട്ടി സ്വീകരിച്ചവരുടെ പ്രതികരണങ്ങളും നവമാധ്യമങ്ങളിൽ കേരളം കണ്ടു. സ്ത്രീനാമങ്ങളിലുള്ള പ്രതികരണങ്ങൾ. എന്നാൽ അതിനെതിരെ ധാർമ്മിക ബോധമുള്ള ചെറുപ്പക്കാർ നടത്തിയ വിമർശനം സിനിമയെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയെങ്കിലും കേട്ട് വിഷാദം തോന്നിയവർക്കും പ്രതീക്ഷ നൽകി. ഉദ്യോഗത്തിനും അതിൻ്റെ നേട്ടങ്ങൾക്കും വേണ്ടി കുരുന്നു ജീവനെ കൊന്നുകളയുന്ന ഒരു ഇളം മാതാവിൻ്റെ അപഭ്രഷ്ട തീരുമാനത്തെ, ലോകത്ത് പിറക്കേണ്ട ശിശുക്കളിൽ 1/5 ഹോമിക്കുന്ന ക്രൂരതയെ ചെറുവിരലനക്കം കൊണ്ടെങ്കിലും ഇവിടേക്ക് ക്ഷണിച്ചതാണെങ്കിൽ സിനിമാ സൃഷ്ടാക്കൾ സമൂഹത്തോടൊരു മാപ്പ് പറച്ചിലിന് കടപ്പെട്ടിരിക്കുന്നു. നടക്കാത്ത കാര്യമാണെങ്കിൽ കൂടി.